ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ നമ്മൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ഷാർപ്പ് 9 മണിക്ക് സ്കൂളിൽ പോകുന്ന ആ ടൈം തന്നെ എല്ലാ പണികളും വീട്ടിലത് കഴിയാറുണ്ട് കേട്ടോ. നമ്മൾ സ്കൂളുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുത്ത് അങ്ങനെ കഴിയാറുണ്ട്, നേരത്തെ എണീക്കുകയും ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഞാൻ മോളെ മദ്രസയിൽ വിട്ടിട്ട് നമ്മളുടെ ചെടികൾക്കൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളുടെ മുറ്റം അടിച്ച് വരുന്നുണ്ട് കേട്ടോ. നമ്മളുടെ രാവിലത്തെ പണി എന്നുള്ളത് മോളെ മദ്രസ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ മുറ്റടിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലോട്ട് വരിക. ഞാനിതിൻ്റെ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാവിലെ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ നിസ്കാരമൊക്കെ കഴിഞ്ഞ് മോൾക്ക് കട്ടൻ ചായ വെക്കുന്നതോട് കൂടെ തന്നെ ഞാനും ഒരു ചായ കുടിക്കും. പിന്നെ എന്തെങ്കിലും സ്നാക്സ് ആയിട്ട് ബിസ്ക്കറ്റ്സോ റസ്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളതും കഴിക്കും. അത് കഴിഞ്ഞ് പിന്നെ വീട് പുറമൊക്കെ അടിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ നേരെ ബ്രേക്ക്ഫാസ്റ്റിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. ഞാൻ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മളുടെ മാവ് കുഴക്കാറ്. കൗണ്ടർ ടോപ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്യും. നമ്മൾ സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ നമ്മളുടെ മാവ് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നല്ല ചൂട് വെള്ളത്തിൽ നമ്മൾ ചപ്പാത്തിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിനുള്ള മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തി എന്ന് പറയുമ്പോൾ ഒരു 10ൻ്റെ താഴെ മതി കേട്ടോ. ഞാനും മോളും മോനും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ചപ്പാത്തി മതി. അപ്പം ചപ്പാത്തി ആകുമ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ. പിന്നെ നമുക്ക് തലേ ദിവസം ഉസ്താദിന് ചിലവായിരുന്നു ഇവിടെ. അപ്പോൾ അതിൻ്റെ കുറച്ച് ബീഫ് കറി ഇരിപ്പുണ്ട്. അപ്പോൾ പെട്ടെന്ന് ചപ്പാത്തി ആകുമ്പോൾ വേഗം പണി ഒരുങ്ങും എന്നുള്ള നിലക്കാണ് ഞാൻ ചപ്പാത്തി എടുത്തത്. അങ്ങനെ നമ്മൾ മുഴുവനായും പരത്തി എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ പരത്തലും അതുപോലെ മാവ് കുഴക്കലൊക്കെ ചെയ്യാറ് കേട്ടോ. പണ്ടുള്ള ആളുകൾ നമ്മളുടെ ഒരു തളിക എന്ന് പറഞ്ഞ സംഭവത്തിൽ പാത്രത്തിലിട്ട് കുഴക്കാറുണ്ട്. എനിക്കത് കഴിയില്ല. അപ്പം ഞാൻ നല്ല കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്തിട്ട് അതിനകത്താണ് ചപ്പാത്തി പത്തിരിയൊക്കെ പരത്താറുള്ളത്. സൗണ്ട് ക്ലിയർ ആയിട്ടില്ല. അങ്ങനെ നമ്മളുടെ ചപ്പാത്തി വെന്തിട്ടുണ്ട് കേട്ടോ. ഓരോന്നായി ചുട്ടെടുത്തിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിയിൽ ഇങ്ങനെ ബബിൾ വരുമ്പോൾ നമ്മൾ തവി വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് പൊള്ളും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ നമ്മൾ ചപ്പാത്തി പരത്തിയ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളെ കൈയോടെ ചപ്പാത്തി പരത്തി കഴിഞ്ഞ് കൈയോടെ ആകുമ്പോൾ തന്നെ അവിടെയുള്ള ഒട്ടിപ്പിടിച്ചൊക്കെ പോകട്ടോ. അല്ലെങ്കിൽ കുറച്ച് ടൈം വെക്കാമെന്ന് വിചാരിച്ചാൽ നമുക്ക് ഇരട്ടി പണിയാവും. അപ്പോൾ ഞാൻ അപ്പം തന്നെ വൃത്തിയാക്കിയിട്ടുണ്ട്. അതിനിടക്ക് പിന്നെ നമ്മൾ മോൾക്ക് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം തിളപ്പിക്കുന്നുണ്ട്. ആ ടൈമിലൊക്കെ ഞാൻ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. ഓരോ കിച്ചണിലും പോവും, നമ്മളുടെ ബെഡ്റൂമിൽ അതുപോലെ എവിടെയെങ്കിലുമൊക്കെ വൃത്തിയാക്കാനുണ്ടെങ്കിൽ അതും ചെയ്യും കേട്ടോ. ഇനി ഓഫീസ് റൂം ഫുള്ള് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് വന്നു. അപ്പോൾ ഇന്നിപ്പോൾ സ്കൂൾക്ക് കൂട്ടാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 വായമാണി എന്ന് പറയുന്ന സംഭവമുണ്ട്. നിങ്ങൾ കൂട്ടാൻ വെക്കാറുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഞങ്ങളിവിടെ വെക്കാറുണ്ട് കേട്ടോ. ഇതും അതുപോലെ മൺപയർ, ചെറുപയർ അല്ലെങ്കിൽ തോര അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഇത് ഉപ്പേരി വെക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്കൂൾക്കൊരു വെറൈറ്റി കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് 2 വായമാണി ഉണ്ടായിരുന്നു. അത് വെച്ച് നല്ലൊരു കൂട്ടാൻ ഉണ്ടാക്കാൻ കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. നമ്മളുടെ നേരത്തെ ചപ്പാത്തി മുഴുവനായിട്ടും ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാനത് വെച്ച് ഓഫീസൊന്ന് ക്ലീൻ ചെയ്യാൻ പോയി. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിലുള്ള ചായയും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാൽക്കാരൻ പാൽ കൊണ്ടുതരാൻ വൈകിയതോടുകൂടെ ഞാൻ പാൽപ്പൊടിയിലാണ് കേട്ടോ ചായ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ രാവിലെ എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒന്നും നോക്കില്ല കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞാൻ പാൽപ്പൊടി സ്പൂൺ കൊണ്ട് വെച്ചിട്ടൊന്നല്ല എടുത്തത്, ജസ്റ്റ് ഒന്ന് കൊട്ടി കൊടുത്തു. അങ്ങനെയാണ് ചായ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, തലേ ദിവസം ഉസ്താദിന് വീട്ടിൽ ചിലവുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബീഫ് കറി ഇരിപ്പുണ്ട്. അപ്പോൾ അതൊന്നും ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ വാഴമഴയുടെ ഈ ഉൾഭാഗത്തിൽ ഇത്രയും ഭാഗമായിട്ട് നമ്മൾ ഉപ്പേരിക്ക് എടുക്കാറുള്ളൂ. ബാക്കിയുള്ള തൊലി ഭാഗങ്ങളൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഉള്ളിലുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇതിനെടുക്കാറുള്ളൂ.
അങ്ങനെ നമ്മളിത് ഫുള്ള് കംപ്ലീറ്റ് ആയി നമ്മൾ സ്ക്വയർ ടൈപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വെക്കാത്തവരൊന്ന് വെച്ച് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇനി ഞാനിത് കറ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ ഉപ്പും വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ നമ്മളുടെ വാഴമാണിയുടെ കറ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി അതിലോട്ടുള്ള മൺപയർ കഴുകിയെടുക്കാം. ഞാൻ തലേ ദിവസം ഇത് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ രാവിലെ എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമുക്ക് കുക്കറിലോട്ടൊന്ന് ഇട്ട് ഒരു 3 വിസിൽ വരെ വേവിച്ചെടുക്കാം. തലേ ദിവസം ആയതുകൊണ്ട് തന്നെ 2 വിസിലൊക്കെ മതി. നമ്മളുടെ കുക്കറിന് എങ്ങനെയാണ് അതിനനുസരിച്ചിട്ടാണ് ഞാനിവിടെ വിസിലാക്കിയിട്ടുള്ളത്. അത് കഴിഞ്ഞൊരു 2 പച്ചമുളകും പിളർത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പും. എന്നിട്ട് നമുക്കിതൊന്ന് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം കേട്ടോ, വെള്ളം ഒഴിക്കാതിരുന്നാൽ അടി കരിഞ്ഞു പോവും. അത് കഴിഞ്ഞ് നമുക്ക് വാഴമാണിയിലോട്ടുള്ള ഉപ്പേരിക്കുള്ള വലിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് സ്ക്വയർ ടൈപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ വീഡിയോ ഒന്ന് സ്പീഡപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ, കാരണം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഒന്ന് സ്പീഡപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ 3 വലിയ ഉള്ളി സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം, വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കാം. ഇതൊക്കെ നമ്മൾ രാവിലെ എണീറ്റ് 9 മണിയാകുമ്പോൾ നമ്മൾ സ്കൂളിൽ പോകും കേട്ടോ. അതിന് മുമ്പുള്ള പണികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഉള്ളി വഴറ്റാൻ വെച്ചിട്ട് ഞാൻ പിന്നെ വീടിൻ്റെ അകത്തുള്ള പണികൾ കുറേ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള പച്ചമുളക് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ ബെഡ്റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പോന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഉള്ളി വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മളുടെ വാഴമാണി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി മീഡിയം ഫ്ലെയിമിൽ ചെറുതീയിൽ നമുക്കിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ ടൈമിൽ ഞാൻ നമ്മളുടെ സിറ്റ് ഔട്ടൊന്ന് അടിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. കിച്ചണിലോട്ടും പോരും പുറത്തോട്ടും പോരും. ആ ടൈമിൽ നമുക്ക് ഹറിബറി ടൈം ആയിരിക്കും. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ 9 മണി ആവുന്നത് വരെ നമ്മുടെ പണികളൊക്കെ തീരണല്ലോ. ശരിക്കും ഇതൊരു ഡേ ഇൻ മൈ ലൈഫാണ്. പിന്നെ നമ്മൾ രാവിലെ നേരത്തെ പോകുന്നതുകൊണ്ട് പെട്ടെന്ന് തീർത്ത് വെക്കുന്നു മാത്രം. അങ്ങനെ സിറ്റ് ഔട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഹാളും അതുപോലെ കിച്ചണൊക്കെ ഒന്ന് തുടച്ചെടുക്കാണ്ട് കേട്ടോ. പിന്നെ അടുത്ത ബെഡ്റൂം സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളിവിടെ ഒന്നും യൂസ് ആക്കാറില്ല, ആകെ ഒരു ബെഡ്റൂമിൽ, നമ്മൾ ഫസ്റ്റ് കണ്ട ബെഡ്റൂമിൽ മാത്രമേ കിടക്കാറുള്ളൂ. ഇത് ഞാൻ തലേ ദിവസം കുറച്ച് തുണികൾ കൊടുന്ന് വിരിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ വാർഡ്രോബിൾക്ക് മടക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. അതിനൊഴിവ് കിട്ടില്ല. ഞാനിത് ഇവിടെ വെച്ചിട്ട് ഇനി സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞിട്ട് ശേഷം ഇത് ഇതിലേക്ക് ഫോൾഡ് ചെയ്ത് വെക്കുള്ളൂ. അപ്പോഴേക്കും നമ്മളുടെ ഉപ്പേരിക്കുള്ള വലിയ ഉള്ളി വഴണ്ടി വന്നിട്ടുണ്ട്. ഒരു ഭാഗത്ത് നമ്മളുടെ മൺപയർ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള കുറച്ച് വെള്ളം കൂടി ഉണ്ട്, അതും കൂടി വറ്റിച്ചെടുക്കാം. ഇനി നേരെ നമുക്ക് വഴറ്റി വെച്ചിട്ടുള്ള വാഴമാണി വലിയ ഉള്ളി അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ സ്കൂളിലോട്ടുള്ള ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അങ്ങനെ ബീഫ് കറി, ചപ്പാത്തി, ചായയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ തലേ ദിവസം കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു, അത് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. സൈഡ് ഡിഷായിട്ട് കുറച്ച് പരിപ്പ് കറി വെച്ചിട്ടുമുണ്ട്. ഞാനതൊന്നും വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയില്ല. ഇനി മോനിക്കുള്ള ലഞ്ച് ബോക്സ് സെറ്റാക്കാണ് കേട്ടോ. അപ്പോൾ അവനക്ക് ചെറിയൊരു ബൗളിൽ കുറച്ച് ഉപ്പേരി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവനക്ക് ആവശ്യമുള്ള ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഒന്ന് കമൻറ്റായി ചെയ്യുക കേട്ടോ.
ഇനി നമുക്ക് ബീഫ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അത് കുറച്ച് നമ്മളുടെ അവൻ്റെ ചോറിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി ഞാനും മോൾക്കൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ അതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ്. അപ്പോൾ